ഞങ്ങളുടെ 1ാം റാങ്ക് ഹോൾഡർ ആണ്. ആ എക്സാമിന് കേരളത്തിൽ 1ാം റാങ്ക് മേടിച്ചിരിക്കുന്ന നമ്മുടെ സൈലത്തിലെ വിദ്യാർത്ഥിയായിട്ടുള്ള അഭിഷേക് തന്നെയാണ്. വലിയ എന്തോ ഒരു ബാലികേറാ മറയായിട്ട് കാണുന്ന ഒരു എക്സാം ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അത്രയൊന്നും ഫോക്കസ് ചെയ്ത് അഭിജിത്ത് സാറേ, ഈ നമ്മളൊരു LDC ഫോക്കസ് ചെയ്യുന്ന ആള്, അതുപോലെ തന്നെ ഒരു LPUP ഫോക്കസ് ചെയ്യുന്ന ആള്, പക്ഷെ അവരും ഈ ഒരു മെയിൻ സ്ട്രീമിൽ ഉണ്ടെങ്കിൽ കൂടി ഡിഗ്രി പ്രിലിംസിന് വേണ്ടി കാര്യമായിട്ടുള്ള ഒരു പഠനം, അതായത് കുറച്ച് സമയമെടുത്ത് ഭംഗിയായിട്ട് സിലബസ് കവർ ചെയ്ത് റിവിഷനൊക്കെ ചെയ്ത് ഒരു നല്ല ഡിഗ്രി പ്രിലിംസ്, അതും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനത്തിന് നല്ലൊരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതെ, മെസ്സേജ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ശരിക്കും എന്താ ഈ ഡിഗ്രി പ്രിലിംസ് ഇങ്ങനെ പഠിച്ച് കേറിയാൽ നമുക്ക് എന്തൊക്കെയാ? ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുറെ ആളുകളുടെ വിചാരം എന്ന് പറയുമ്പോൾ വലിയ എന്തോ ഒരു ബാലികേറാ മറയായിട്ട് കാണുന്ന ഒരു എക്സാം ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അത്രയൊന്നും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട. എന്താ, നമുക്കൊരു പ്രിലിംസ് അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഈ ഡിഗ്രി പ്രിലിംസ്. അതായത് ഒരു ബാലികേറാ മല അല്ല, പക്ഷെ അതിന്റെ നല്ല മുന്നൊരുക്കം വേണം, കൃത്യമായ സ്റ്റഡി പ്ലാൻ വേണം, നല്ല രീതിയിലുള്ള നോട്ട് കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോകാൻ സാധിച്ചാൽ ക്ലിയർ ആയിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഒരുപാട് എക്സാംസ് ഇനി വരാൻ പോകുന്ന, അതായത് പലപ്പോഴും ഈ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ അല്ലെ, അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് പഠിച്ചാൽ ഒരു ഡിഗ്രി പ്രിലിംസ് ഈസി ആയിട്ട് പിടിക്കാൻ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഒരുപാട് കുട്ടികളെ നമ്മൾ ബാച്ചുകളിലൂടെ നേടിയെടുക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ മെയിൻസ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നുണ്ട്, ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്, കാര്യമൊക്കെ നമ്മൾ പറയുമല്ലോ സർ. അപ്പോഴേ നമ്മൾ അത്തരത്തില് സൈലവും ആരംഭിക്കുന്നുണ്ട് ഡിഗ്രി പ്രിലിംസ് 2027. ആരൊക്കെയാണ് സർ മെയിൻ ആയിട്ട് കുട്ടികൾ അറിയുന്നത്? ഞങ്ങൾക്ക് ഈ സബ്ജക്ട് ആരൊക്കെയാണ് ഒന്ന് സെറ്റാക്കി തരിക? ആ ഒരു തീർച്ചയായിട്ടും ഫാക്കൽറ്റി ആണല്ലോ ഇതിനെ മെയിൻ ആയിട്ട് പ്രധാനം. അതെ, നിയന്ത്രിക്കാൻ പോകുന്നതും നമ്മളെ നയിക്കാൻ പോകുന്നതും ഫാക്കൽറ്റീസ് ആണല്ലോ. അപ്പൊ ആരൊക്കെ ആയിരിക്കും നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. ഓക്കെ, അപ്പൊ അതില് മെയിൻ ആയിട്ട് നമ്മളെ കിങ് ഹിസ്റ്ററി ആയിട്ട് ഹിസ്റ്ററി ക്ലാസ്സുകളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാൻ പോകുന്നത് മൻസു സാറാണ്. കോഡുകളിലൂടെയും മറ്റും അതെ ഏറ്റവും നമ്മുടെ അനന്തു സാറും ആണ്. നിങ്ങൾക്ക് ഹിസ്റ്ററി ഭാഗത്തിനെ കുറിച്ച് നിങ്ങൾ പിന്നെ വറീഡ് ആവേ വേണ്ട, അത് അവിടെ ഭദ്രമാണ്. അടുത്തതായിട്ട് നമുക്ക് മാത്സ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കുറെ ആളുകൾക്ക് മാത്സ് ഡിഗ്രി ലെവലിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി ഒരു ടൈറ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പേടിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ മാത്സ്. അപ്പൊ മാത്സിനെ കുറിച്ച് ഒന്നും പേടിക്കേണ്ട. മാത്സിന്റെ കിങ് എന്ന് പറയുന്ന നമ്മുടെ ഇസ്മായിൽ സാറും അതുപോലെ തന്നെ മാത്സിലെ മറ്റൊരു പുലി അജ്മൽ സാറും ആയിരിക്കും നമ്മുടെ ഡിഗ്രി ക്ലാസ്സുകളിൽ നമുക്ക് മാത്സ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ മലയാളം ഞാൻ തന്നെയാണ്. മലയാളത്തിന്റെ പ്രത്യേകതയെ ശരിക്കും കുട്ടികൾക്ക് ആശങ്കയൊന്നും ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് LDക്ക് എന്ത് പഠിക്കുന്നോ അത്, യൂണിഫോം പോസ്റ്റിന് എന്ത് പഠിക്കുന്നോ അത് തന്നെയാണ് ഡിഗ്രിയില്. പക്ഷെ കുറച്ചുകൂടെ ചോദ്യങ്ങൾ കുറച്ചൊന്ന് സ്റ്റാൻഡേർഡ് ആവും, ഒരു ഇൻഡയറക്റ്റ് രീതിയൊക്കെ പലപ്പോഴും വരാം. അപ്പൊ അതുകൊണ്ട് ആ നോട്ട് വെച്ച് കുറച്ചുകൂടി ഒന്ന് പഠിച്ചെടുത്താൽ മതി. സാറ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം മെയിൻ ആയിട്ട് ഒരു ഡിഗ്രി ലെവലിന് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കുമ്പോഴത്തേക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ടല്ലേ. അപ്പൊ ഈ പറഞ്ഞവരെല്ലാരും ഡിഗ്രി പരീക്ഷകൾക്ക് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിച്ചിട്ടുള്ളവരാണ്, റാങ്ക് വാങ്ങി കൊടുത്തിട്ടുള്ളവരാണ്. ഒരുപാട് എക്സാമുകൾക്ക് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത ആളുകൾ തന്നെയാണ്. ഇനി ആരൊക്കെയാണ്? ഇനി നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കാൻ വരുന്നത് ഫാരിസ് സാറും സുമി മിസ്സും നിസാം സാറും നയിക്കുന്ന ഇംഗ്ലീഷ് പടയാണ്. അപ്പൊ ഇവര് കയ്യിൽ ഇംഗ്ലീഷും ക്ലിയർ ആയിട്ട് ഭദ്രമായിട്ട് ഇരിക്കും. കാരണം കഴിഞ്ഞ എക്സാമിനൊക്കെ 20 മാർക്ക് ഉണ്ടെങ്കിൽ ആ 20 സ്കോർ ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മുടെ കഴിഞ്ഞ ബാച്ചിൽ നിന്നൊക്കെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പോയത്. എല്ലാ കുട്ടികളും പറഞ്ഞതാണ് 20 വരെ നേടിയെടുക്കാൻ അവർക്ക് സഹായിച്ചത് നമ്മുടെ ഈ ഇംഗ്ലീഷ് ഫാക്കൽറ്റീസ്. 3 പേർക്ക് 3 ടീച്ചിങ് മെത്തേഡാണ് അല്ലെ ക്ലാസ്സില്. അപ്പൊ കുട്ടികൾ പറയാം എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന ഫാരിസ് സാറിന്റെ ശബ്ദം, സുമി മിസ്സിന്റെ വോയിസ്, നിസാം സാറിന്റെ രീതി. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു രീതി ഡിഗ്രിയിൽ അവര് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ സിവിക്സിനെ മനസ്സിലായി. സിവിക്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആനന്ദ് സാറാണ്. അപ്പോൾ ആനന്ദ് സാറിന്റെ ആ ഒരു രീതി ഉണ്ട്, ഒരു വേ ഓഫ് ടീച്ചിങ് ഉണ്ട്. അതിലൂടെ ഡിഗ്രി പരീക്ഷകൾക്കുള്ള സിവിക്സ് ഏരിയ ഹയർ ലെവലിൽ നമ്മൾ പഠിക്കേണ്ടതാണ് സിവിക്സ് ഏരിയ. ആനന്ദ് സാറിന്റെ കയ്യിൽ അത് ഭദ്രമാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷന് അറിയാവല്ലോ, സൈലം പുലിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ അഭിജിത്ത് സാറ്. അപ്പൊ അഭിജിത്ത് സാറിന്റെ തനതായ ശൈലിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബാലികേറാ മലയേ അല്ല എന്നുള്ള രീതിയിൽ ഉള്ള ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പറയുമ്പോൾ നമ്മള് എല്ലാത്തിലും ടോപ്പിക് സെയിം ആണ്, പക്ഷെ ചോദിക്കുന്ന രീതിയിൽ ഒരു വ്യത്യാസമുണ്ട്. ഡിഗ്രി ലെവലിലേക്ക് മാറുമ്പോൾ പ്രസ്താവന രീതി, അത് ഓരോ പോയിന്റും ഓരോ എക്സാമിന് ചോദിക്കുന്ന ഒരു ലെവൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ആ ലെവൽ മനസ്സിലാക്കി പഠിച്ചാൽ ഇവിടുന്ന് നമുക്ക് ആ മാർക്കുകളൊക്കെ എന്ത് ചെയ്യാം, സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മുടെ
കറണ്ട് അഫയർ ആൻഡ് സ്പോർട്സ് അല്ലേ? കറണ്ട് അഫയേഴ്സിലെ രാജകുമാരൻ പ്രദീപ്, രാജകുമാരനാണോ രാജാവാണോ എന്നുള്ളതാണ് നമുക്ക് പറയാം. പ്രദീപ് സാറാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പ്രദീപ് സാറിന്റെ ആ ഒരു ശബ്ദമല്ലേ, ആ പറയുന്ന ആ ഒരു രീതിയല്ലേ, വേ ഓഫ് ടോക്ക്, അതൊക്കെ ഭയങ്കര കുട്ടികൾ പറയാതെ എക്സാം ഹാളിൽ അങ്ങനെ നമുക്ക് ഓർമ്മ കിട്ടും എന്നുള്ളത്. അതുപോലെ എക്കണോമിക്സും പ്രത്യേകിച്ച് നമ്മൾക്ക് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ശരത് സാറായിരിക്കും. പിന്നെ അതുപോലെ ഫിസിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നമ്മൾ മറ്റ് എന്താ പറയാ ഒരു 10th ലെവൽ എക്സാമിനൊക്കെ ഒരു അതിനെ കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഹയർ ലെവലിൽ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് സയൻസ് ആൻഡ് ടെക്നോളജി. അത് മെയിൻ ആയിട്ട് വരുന്നത് മെയിൻസ് എക്സാമുകളൊക്കെയാണ്. അതിൽ കൃത്യമായിട്ട് സിബി സാറിന്റെ ഒരു മെത്തേഡ് നമുക്ക് അവിടെ ഫോളോ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ്. വർഷങ്ങളായി സയൻസ് ആൻഡ് ടെക്നോളജി എടുത്ത് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിച്ച് വിടുന്ന ഒരു ഫാക്കൽറ്റിയാണ്. അതൊരു ലക്ക് തന്നെയാണ് അല്ലെ, അങ്ങനെ ഒരു ബാച്ചിൽ അങ്ങനെ അത്രയും. അതെ, തീർച്ചയായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജി നമ്മുടെ സിബി സാറ്. അതുപോലെ തന്നെ ജിയോഗ്രഫിക്ക് വരുന്നത് സൂരജ് സാറും ജിതിൻ സാറും, രണ്ടുപേരും ജിയോഗ്രഫി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ആർട്ട് ആൻഡ് കൾച്ചറും കൂടി ജിതിൻ സാറായിരിക്കും കൈകാര്യം ചെയ്യാം. കൾച്ചർ ആൻഡ് ലിറ്ററേച്ചർ എടുക്കുന്ന നമ്മുടെ ജിതിൻ സാറാണ്, സൂരജ് സാറാണ്. പ്രത്യേകിച്ച് പറയേണ്ട രണ്ടുപേരുടെയും ക്ലാസ് ലെവലൊക്കെ നമ്മൾ യൂട്യൂബിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെയധികം ഇൻട്രസ്റ്റീവ് ആയിട്ട് ആ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന രണ്ട് അധ്യാപകർ തന്നെയാണ് ഇവരും. ഓക്കെ, ഇനി പ്രധാനമായിട്ട് നമ്മുടെ എന്താണ് ആപ്പിലൂടെ കിട്ടുന്ന ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് ഉണ്ട്. ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ടാണ് നമ്മുടെ പുതിയ ആപ്പിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ട് നമുക്കറിയാം ലൈവ് ക്ലാസ്സുകൾ തന്നെയായിരിക്കും മെയിൻ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പ്രിലിംസ് എക്സാം ക്ലാസ്സുകൾ ഉണ്ട്. ഒരു സംശയം സാർ, ഈ ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾക്ക് റെക്കോർഡ് അതേ ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ പ്രിന്റബിൾ PDF നോട്ട്സും അവൈലബിൾ. അതായത് മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള പ്രിന്റബിൾ നോട്ട്സ് ആ ഒരു ക്ലാസ്സിന് ശേഷം എന്ത് ചെയ്യാം, ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ കൃത്യമായ എക്സാം സീരീസ്, നമുക്കറിയാലോ എക്സാംസ് ആണ്, എക്സാം പ്രിപ്പറേഷനിലൂടെയാണ് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതില് കൃത്യമായ എക്സാംസ് നടക്കുന്നുണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റ്, റിവിഷൻ ടെസ്റ്റ്, മന്ത്ലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. ഒരു 100 ക്വസ്റ്റ്യനോട് കൂടിയിട്ടുള്ള എങ്ങനെയാണോ PSC എക്സാമുകൾ ചോദിക്കുക അതേ ചോദ്യത്തിന്റെ മെത്തേഡോട് കൂടിയിട്ടുള്ള എക്സാംസ് ആയിരിക്കും മോക്ക് ടെസ്റ്റുകൾ. പിന്നെ മെന്റർ സപ്പോർട്ട്, കൃത്യമായിട്ട് 24 hours മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. SCRT പോയിന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഉണ്ടാവും. PYQ ബേസ്ഡ് ഡിസ്കഷൻ അല്ലെ, എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും. നമ്മളൊരു ടോപ്പിക്ക് തീർന്നാൽ എന്തായാലും PYQs കൊടുത്തിട്ടാണ്. എങ്ങനെയാണ് നമ്മുടെ ഈ ആപ്പിൽ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളെ നമ്മളൊന്ന് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതെ, ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലെ, എങ്ങനെയാണ് നോട്ട് എടുക്കുന്നത്, ക്ലാസ് എങ്ങനെയാണ് കാണുന്നത്, എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് തുടങ്ങിയ കുറെ സംശയങ്ങളുണ്ടാവും. അപ്പൊ അത് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പൊ തന്നെ നമുക്ക് വീഡിയോ ആയിട്ടൊന്ന് കാണിച്ചു തരാം. പുതിയതായിട്ട് ആപ്പിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ ആപ്പ് പ്രവർത്തനം നോക്കാം. നമ്മുടെ ഒരു ആപ്പ് ഓപ്പൺ ആക്കി വരുമ്പോ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും അവിടെ വരിക. അതെ, നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാച്ചാണ് ഇവിടെ ഉണ്ടാവുക. ഈ ബാച്ചിൽ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വ്യൂ ഓൾ ക്ലാസ്സസ് കാണാം. നിലവിലുള്ള എല്ലാ ക്ലാസ്സുകളും നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഇതിപ്പോ ഓരോ ക്ലാസ്സുകൾ ഇപ്പം ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാ ക്ലാസ്സുകളും കിട്ടും. അപ്പൊ ആ ക്ലാസ്സിൽ ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ കയറി കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ കിട്ടും. ആ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ PDF നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ ടോപ്പിൽ DPP PDF എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ക്ലാസിന്റെ PDF നോട്ട് ഇതുപോലെ തന്നെ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടെസ്റ്റുകൾ ഉണ്ടാവും. ഈ ടെസ്റ്റുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടത്തുന്ന മോക്ക് ടെസ്റ്റുകൾ, മന്ത്ലി റിവിഷൻ ടെസ്റ്റുകൾ, ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ എക്സാം ഒക്കെ ഇവിടെ ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. ഈ റെക്കമെൻഡ് ടെസ്റ്റ് എന്ന് പറയുന്ന റീസെന്റ് നിലവിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നടക്കുന്ന എക്സാമുകളായിരിക്കും. ഓൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മുമ്പ് നടന്ന എക്സാമുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ പേൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. പേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രിലിംസിന്റെ ഒക്കെ ബാച്ചുകൾ പോയിട്ടുണ്ട്. അതിന്റെ ഒക്കെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഓൾറെഡി എല്ലാ ക്ലാസ്സുകളും ഇതുപോലെ അവിടെ അവൈലബിൾ ആയിട്ട് കൊടുക്കും. എനിക്ക് തോന്നുന്നത് സാർ, ഇപ്പൊ ഈ ഒരു 1 year വാലിഡിറ്റി എക്സാം, അപ്പൊ ഇതിനിടയ്ക്ക് വരുന്ന ഏതെങ്കിലും ഒരു എക്സാമിന് ഒരു പോയിന്റ് കിട്ടണമെങ്കിലും ഇവിടുന്ന് ഈ ക്ലാസ്സിൽ കയറി നോക്കാം. ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ്സുകളായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ക്ലാസ്സുകൾ, നിലവിലെ ക്ലാസ്സുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ് ഇപ്പൊ കഴിയുന്ന ഒരാളാണെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അന്നത്തെ ക്ലാസ്സിന്റെ നോട്ട്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ പ്രിന്റഡ് നമ്മളിപ്പോ അന്ന് എടുത്തിരിക്കുന്ന എല്ലാ സ്ലൈഡ്സ് ഒക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആയിരിക്കും. അതായത് ക്ലാസ് കഴിയുമ്പോഴുള്ള PDF നോട്ട്സ്, അതിന്റെ സ്ലൈഡ്സ് ഒക്കെ നമുക്ക് ഇവിടെയും അവൈലബിൾ ആയിരിക്കും. അതായത് ദിവസം ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ നോട്ട് കിട്ടുന്നതായിരിക്കും.
അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടെസ്റ്റ് എന്ന് പറയുന്ന നോട്ടീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ നോട്ടീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ടെസ്റ്റിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, OMR എക്സാം 100 മാർക്ക് വരുന്ന OMR എക്സാംസ് ഒക്കെ ഇവിടെ ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. അതൊരു വലിയ പ്രയോജനമുള്ള ഒരു കാര്യമാണ്. കാരണം ആ OMR രീതിയിൽ കുട്ടിക്ക് പ്രാക്ടീസ് ചെയ്ത് ആ രീതിയിൽ തന്നെ OMR എങ്ങനെയാണോ OMR എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യാൻ ആപ്പിലൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടി ഇവിടെ വരുന്നതായിരിക്കും. അഡീഷണൽ ഫീച്ചേഴ്സ് ഒത്തിരി ഈ ഒരു ബാച്ചിലേക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ ഈ ഒരു ആപ്പിലൂടെ നമുക്ക് എല്ലാ കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. എപ്പോഴും നമ്മൾ ഒരു ഉദ്യോഗാർത്ഥി ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ സ്ഥാപനത്തിൽ പഠിച്ചിട്ട് റാങ്ക് വാങ്ങാൻ കിട്ടിയിട്ടുണ്ടോ? അഭിമാന പുരസ്സരം നമ്മൾ കാഴ്ചവെക്കുന്നു അഭിഷേകിനെ. കാരണം ഞങ്ങളുടെ 1ാം റാങ്ക് ഹോൾഡർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയൊരു എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള ഒരു എക്സാം. ആ എക്സാമിന് കേരളത്തിൽ 1ാം റാങ്ക് മേടിച്ചിരിക്കുന്നത് നമ്മുടെ സൈലത്തിലെ വിദ്യാർത്ഥിയായിട്ടുള്ള അഭിഷേക് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് വരാനുള്ള ഒരു പ്രചോദനമായിട്ട് നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഇനി വരുന്ന അതായത് ഈ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഏതൊക്കെ പരീക്ഷകൾക്കാണ് പ്രധാനമായിട്ടും? അതെ, പ്രധാനമായിട്ടും ഈ ഡിഗ്രി ലെവൽ എക്സാമുകളുടെ കിങ് എന്നറിയപ്പെടുന്ന LSTD സെക്രട്ടറി, ഒരു പഞ്ചായത്ത് സെക്രട്ടറി പോസ്റ്റിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റിന്റെ ഒരു എക്സാം വരാൻ പോകുന്നുണ്ട്. അതിന്റെ ഒരു പ്രിലിംസും കൂടിയാണ് 2027 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ, അതുപോലെ CPO, പോലീസിലേക്ക് വരുന്ന പോലീസ് SI ആയിട്ട് വരുന്ന ആളുകൾക്കൊക്കെ വേണ്ട ഒരു എക്സാം അല്ലെ, ഒരു പ്രിലിംസ് എക്സാം ഇത് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഒരുപാട് എക്സാംസ്, മെയിൻസ് എക്സാംസ് വരാനുണ്ട്. അതിന്റെ ഒക്കെ ഒരു ആദ്യ ചവിടവെപ്പാണ് നമ്മുടെ ഒരു ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പിന്നിലുള്ള വലിയ പോസ്റ്റുകളാണ് അല്ലേ? അതെ. അപ്പൊ എത്രയും പെട്ടെന്നാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരുപാട് വൈകുന്നില്ല എന്ന് തന്നെ ഇന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ 1 തന്നെ നമ്മൾ എന്ത് ചെയ്തു, ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി ആലോചിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു ക്ലാസ് മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 ഇയർ ആണ്. 1 ഇയറിൽ ഇത്രയും നല്ല ക്ലാസ്സുകൾ, മെന്റർ സപ്പോർട്ട്, അതുപോലെ തന്നെ പ്രിന്റഡ് നോട്ട് ഇതെല്ലാം കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഫീസ് വലിയൊരു ഫീസ് ആയിരിക്കും അവർ പ്രതീക്ഷിക്കുക. പക്ഷേ വളരെ കുറഞ്ഞൊരു ഫീസ്, ചെറിയൊരു ഫീസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ്സുകൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2,999 അല്ലെ ഒരു ഡിഗ്രി പ്രിലിംസ് ബാച്ച് 1 ഇയർ വാലിഡിറ്റിയിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ജൂലൈ 1 അതായത് ആരംഭിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക. ഒരുപാട് ആലോചിച്ചിരിക്കുന്നത് നേരെ കയറി വരിക. പ്രിലിംസ് നമ്മൾ കവർ ചെയ്യും. നമ്മുടെ ഉദ്ദേശം അവിടെയല്ല, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മെയിൻസ് എക്സാമുകളൊക്കെ ക്ലിയർ ചെയ്യേണ്ട രീതിയിൽ തന്നെയായിരിക്കും പ്രിലിംസ് ക്ലാസിന്റെ കൂടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ബാച്ചിൽ കാണാം, ക്ലാസ്സിൽ കാണാം. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സുമായിട്ട് അഭിജിത്ത് സാറും മലയാളം ക്ലാസ്സായിട്ട് സജീവസ് ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.